ഒരു രാഷ്ട്രത്തെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ദൈവം അവയുടെ മേൽ തൻ്റെ സർവാധികാരം പ്രയോഗിക്കുന്നു. രാഷ്ട്രങ്ങൾ വളർന്നു വലുതാകാൻ ദൈവം അനുവദിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിപാടിയിൽ ചില രാഷ്ട്രങ്ങളെ വേദിയിൽ നിന്ന് ഇറക്കേണ്ട സമയമായി എന്ന് വരുമ്പോൾ ദൈവം അവയെ മാറ്റിക്കളയുന്നു. അത് ഏത് രാഷ്ട്രമാണെങ്കിലും സത്യമാണ്. ജീവസന്ദേശത്തിൻ്റെ യെശയ്യാ പ്രവചന പഠനത്തിലേക്ക് സ്വാഗതം. യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനങ്ങളിലെ യാഥാർത്ഥ്യമായി തീർന്ന സംഭവങ്ങൾ തന്നെയാണ് നടക്കുവാനുള്ളവയുടെ ആധികാരികത വർദ്ധിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനന, മരണ, പുനരുദ്ധാന സംഭവങ്ങൾ ആക്ഷരികമായി നിവൃത്തിയായതിനാൽ ഇനിയും നിവൃത്തിയാകുവാനുള്ള ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്, സഹസ്രാബ്ദ വാഴ്ച തുടങ്ങിയ സംഭവങ്ങൾ നാം വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാകുന്നു നാം ഇന്ന് ചിന്തിക്കുന്നത്. അറുപത്താറ് പുസ്തകങ്ങളാൽ സമ്പുഷ്ടമാക്കപ്പെട്ടിട്ടുള്ള ബൈബിളിൻ്റെ ഹ്രസ്വരൂപം എന്നറിയപ്പെടുന്ന യെശയ്യാ പ്രവചനമാകുന്നു നാം പഠിക്കുവാൻ ആരംഭിച്ചത്. ഈ പുസ്തകത്തിൻ്റെ മുഖവുരയിൽ നാം ചിന്തിച്ച കാര്യങ്ങൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് എന്ന് മനസ്സിലായല്ലോ. ഇനിയും ഈ പുസ്തകത്തിൻ്റെ ചില പ്രത്യേകതകൾ നമുക്കൊരുമിച്ച് ഒന്ന് നോക്കാം. ബൈബിളിലെ മുഴുവൻ പുസ്തകങ്ങളുടെ ക്രമീകരണവുമായി യെശയ്യാ പ്രവചനത്തിന് വളരെയേറെ സാമ്യമുണ്ട്. ബൈബിളിൽ മൊത്തം 66 പുസ്തകങ്ങളാണല്ലോ. യെശയ്യാ പ്രവചനത്തിനും 66 അധ്യായങ്ങളാണ്. ബൈബിളിൽ 39 പുസ്തകങ്ങൾ പഴയ നിയമവും യെശയ്യാ പ്രവചനത്തിൽ ആദ്യത്തെ 39 അധ്യായങ്ങൾ ന്യായപ്രമാണത്തെക്കുറിച്ചുമാകുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭരണ ക്രമീകരണത്തെക്കുറിച്ച് പറയുന്നു. ബൈബിളിൽ 27 പുസ്തകങ്ങൾ പുതിയ നിയമമാണ്. യെശയ്യാവിൽ ഒടുവിലത്തെ 27 അധ്യായങ്ങൾ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചും ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ചും പറയുന്നു. ഇത് ആശ്ചര്യകരമായിരിക്കുന്നു. ബൈബിളിൻ്റെ തന്നെ ഒരു ഹ്രസ്വ രൂപമാണ് യെശയ്യാ പ്രവചനം. പുതിയ നിയമത്തിൽ യെശയ്യാവിൽ നിന്നുള്ള 66 ഉദ്ധരണികളുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമാണ്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ 20ലും യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിൽ 12 എണ്ണത്തിൽ നേരിട്ടുള്ള ഉദ്ധരണികളാണ്. ഒരു പട്ടുവസ്ത്രത്തിൽ വർണ്ണങ്ങൾ കൊണ്ടുള്ള മനോഹരങ്ങളായ ചിത്രപ്പണി പോലെയാണ് പുതിയ നിയമത്തിൽ യെശയ്യാവ് തുന്നിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്. യെശയ്യാവ് തിരിച്ചറിയത്തക്കവണ്ണം പുതിയ നിയമത്തിൽ വ്യക്തമാണ്. പുതിയ നിയമം എന്ന പാറയിൽ പരിശുദ്ധാത്മാവാകുന്ന ഉളിയാൽ യെശയ്യാവ് കൊത്തി പണിത് വെച്ചിരിക്കുന്നു. പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെ കൂടുതൽ ശക്തമാക്കുന്നതിന്, വ്യക്തമാക്കുന്നതിന് യെശയ്യാവ് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഭാഷാ ശൈലി വ്യത്യാസമുണ്ടെങ്കിൽ കൂടിയും 36 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളുടെ ചരിത്രപരമായ ഇടവേള പ്രവചനത്തിൻ്റെ ഉയർന്ന തലത്തിൽ നിന്നും ചരിത്രരേഖയുടെ താഴ്വാരത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. കവിതാത്മക ശൈലിക്ക് പകരം ഗദ്യരീതിയാണ് ഈ പറഞ്ഞ ഇടവേളയ്ക്കുള്ളത്. ഒടുവിലത്തേതും 3-ാമത്തേതുമായ പ്രധാന ഭാഗം, അതായത് 40-ാം അധ്യായം മുതൽ 66-ാം അധ്യായം വരെയുള്ള ആ ഭാഗം കവിതാത്മക ശൈലിയിലാണെങ്കിൽ തന്നെ ആദ്യത്തെ പ്രധാന ഭാഗത്ത് നിന്നും വ്യത്യസ്തമാണ്. ആദ്യം നമുക്ക് ന്യായവിധിയും ദൈവത്തിൻ്റെ നീതിയുള്ള ഭരണകൂടവും ഉണ്ട്. ഒടുവിൽ നമുക്ക് ദൈവത്തിൻ്റെ കൃപയും കഷ്ടാനുഭവങ്ങളും അതേ തുടർന്നുള്ള മഹത്വവുമുണ്ട്. ഇവിടെ മുഴുവനും കൃപയും മഹത്വവുമാണ് നാം കാണുന്നത്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൽ ആശ്വസിപ്പിക്കുക എന്ന തുടക്കം തന്നെ ഈ ഭാഗത്തിൻ്റെ വൈകാരിക ഭാവത്തെയും ഗതിവേഗത്തെയും കാണിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നവീകരണവാദികൾ, ലിബറൽസ്, ഇവർ രണ്ടാമതൊരു യെശയ്യാ എന്ന സിദ്ധാന്തം ഇങ്ങനെ പിരിച്ചെടുക്കുവാൻ കാരണമായത് ഈ ശൈലി വ്യത്യാസമാണ്.
വിഷയത്തിന് മാറ്റം സംഭവിച്ചത് കൊണ്ട് എഴുത്തുകാരൻ മാറിയെന്ന് ശഠിക്കേണ്ട കാര്യമുണ്ടോ? രസകരമായ ഒരു കാര്യം, 1900 വർഷങ്ങളോളം രണ്ടാമത്തെ യെശയ്യാവിനെക്കുറിച്ച് ഒരു വാക്ക് പോലും കേട്ടിട്ടില്ല എന്നതാണ്. യെശയ്യാവിൻ്റെ ഗ്രന്ഥകർത്തൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ ഈ ഭാഗം ഉദ്ധരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. അതുപോലെ തന്നെ ഈ ഭാഗം യെശയ്യാവ് എഴുതിയതായിട്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ അത് വളരെ വ്യക്തമാണ്, കൃത്യമാണ്. എത്യോപ്യനായ ഷണ്ണനെ കർത്താവിനായി നേടുവാൻ ഫിലിപ്പോസ് ഈ ഭാഗത്ത് നിന്നും ഒരു അധ്യായം തന്നെ ഉപയോഗിച്ചിരിക്കുന്നതായി നാം വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിലാണല്ലോ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ യെശയ്യാവിൻ്റെ ഗ്രന്ഥകർത്തൃത്വത്തെ ഉറപ്പാക്കുന്ന അനേകം വേദഭാഗങ്ങൾ പിന്നെയുമുണ്ട്. പ്രാദേശികമായ അനേകം സംഭവങ്ങളെക്കുറിച്ചും യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. അശൂര്യ സൈന്യം യെരുശലേമിനെ വളഞ്ഞപ്പോൾ വളരെ ധീരതയോടെ യെശയ്യാവ് ഒരു പ്രവചനം നടത്തുകയുണ്ടായി. 37-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ യഹോവ അശൂർ രാജാവിനെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരു അമ്പ് അവിടെ എയ്യുകയുമില്ല, അതിൻ്റെ നേരെ പരിചയോടുകൂടെ വരികയില്ല, അതിനെതിരെ വാടകോരുകയുമില്ല. യെശയ്യാവ് 38-ാം അധ്യായത്തിൽ ഹിസ്കിയാവിൻ്റെ രോഗത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. തൻ്റെ ജീവിതകാലത്ത് നിറവേറാതിരുന്ന ചില പ്രവചനങ്ങളും യെശയ്യാവ് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അവ എല്ലാം നിറവേറിക്കഴിഞ്ഞു. ഉദാഹരണത്തിന് ബാബിലോൺ പട്ടണത്തെക്കുറിച്ച് താൻ ഇപ്രകാരം പ്രവചിച്ചു. 13-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. ഇനിയും ബാബിലോനെ സംബന്ധിക്കുന്ന കൂടുതൽ പ്രവചന നിവർത്തികൾ യെശയ്യാവ് 47-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. പുതിയ നിയമം അതിൻ്റെ കേന്ദ്ര വിഷയമായി അവതരിപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. ഇതേ രീതിയിൽ തന്നെ യെശയ്യാവും തൻ്റെ പ്രതിപാദ്യ വിഷയമാക്കിയിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെയാണ്. യെശയ്യാവിനെ 5-ാമത്തെ സുവിശേഷകനായും യെശയ്യാ പ്രവചനത്തെ 5-ാമത്തെ സുവിശേഷമായും വിശേഷിപ്പിക്കാറുണ്ട്. ക്രിസ്തുവിൻ്റെ കന്യകാ ജനനം, അവൻ്റെ സ്വഭാവം, ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, തൻ്റെ 2ാമത്തെ വരവ്, ഇങ്ങനെ എല്ലാം തന്നെ യെശയ്യാവ് തൻ്റെ പ്രവചനത്തിൽ വ്യക്തമായും ഉറപ്പായും അവതരിപ്പിച്ചിട്ടുണ്ട്. ഊഹാഭോഗമായിട്ടല്ല, തോന്നലായിട്ടല്ല, കൃത്യമായി, വ്യക്തമായി, തികച്ചും ഗൗരവപൂർണമായ ഒരു ആഹ്വാനത്തോടെയാണ് യെശയ്യാ പ്രവചനം ആരംഭിക്കുന്നത്. ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരായി ദൈവത്തിനുള്ള ആരോപണം കേൾക്കുവാൻ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ കോടതി മുറിയിലേക്ക് വിളിക്കുന്ന ദൈവത്തിൻ്റെ വിളിയാണ് 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്. സംഘർഷത്തിൻ്റെ ഒരു സമയത്തായിരുന്നു യെശയ്യാവ് ജീവിച്ചിരുന്നത്. ലോകത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന സംഭവങ്ങൾ പടർന്നുകൊണ്ടിരുന്ന ഒരു കാലം. അതെ, ആകസ്മികമായ സംഭവങ്ങളും മഹാപ്രക്ഷോഭണങ്ങളുമായ ന്യായവിധി നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം കൊണ്ടും സാമൂഹിക ക്രമത്തിന് വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയം. വടക്ക് ഒരു പുതിയ രാഷ്ട്രം ഉയർന്നു വന്നിരിക്കുന്നു. ഇതുവരെ ഇല്ലാതിരുന്ന അസീറിയ. ലോകത്തിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുവാൻ അത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പടക്കളത്തിൽ മൃഗീയമായ സൈന്യത്തെ ഇറക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന അസീറിയ ലോകത്തെ പിടിച്ചടക്കുവാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വടക്കേ രാജ്യമായ ഇസ്രായേൽ ഇതിനോടകം തന്നെ അസീറിയയുടെ അടിമത്തത്തിലേക്ക് പോയി കഴിഞ്ഞു. തെക്കേ രാജ്യമായ യഹൂദയും തികച്ചും അപകടം പിടിച്ച അവസ്ഥയിലായിരിക്കുന്നു. കാരണം 1,85,000 വരുന്ന അശൂര്യ സൈന്യം യെരുശലേമിൻ്റെ മതിലിന് പുറത്ത് പാളയമടിച്ചിരിക്കുകയാണ്. എത്ര ഭയാനകമായ സാഹചര്യമെന്ന് ഓർക്കുക. ഇതുപോലെ ഒരു അവസരത്തിലാണ് യെശയ്യാവ് തൻ്റെ പ്രവചനവുമായി, അല്ലെങ്കിൽ ദൈവം തന്നോട് പറഞ്ഞതായ കാര്യങ്ങൾ ജനത്തോട് അറിയിക്കുവാനായി ഇസ്രായേലിലേക്ക് വരുന്നത്. ഇങ്ങനെ ഭയവും നിരാശയും വിഷമതയും നിറഞ്ഞ സമയത്ത് ഹിസ്കിയാവ് ദൈവാലയത്തിൽ കടന്ന് ദൈവത്തിങ്കിലേക്ക് നോക്കി പ്രാർത്ഥിച്ചത് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം തൻ്റെ പ്രവാചകനെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകളുമായി അയച്ചു. അശൂര്യർ ഒരിക്കലും യഹൂദയെ പിടിച്ചടക്കുകയില്ലെന്നും യെരുശലേമിൻ്റെ വീഥികളിൽ ഒറ്റ അശൂര്യ പടയാളിയും കാലുകുത്തില്ലെന്നും ദൈവം ഉറപ്പ് നൽകി. മഹാരാജാവിൻ്റെ നഗരത്തിലെ ഒരു ഗോപുരത്തിൽ കൂടിയും അവർ കടക്കുകയില്ല. എന്നാൽ ദൈവം മറ്റൊരു രാഷ്ട്രത്തെ ഒരുക്കുകയായിരുന്നു. അത് ബാബിലോണാണ്.
യൂഫ്രട്ടീസ് നദീതീരത്തുള്ള സ്വർണ്ണത്തല, അതാണ് ബാബിലോൺ. യഹൂദ ദൈവത്തിങ്കിലേക്ക് തിരിയാത്ത പക്ഷം ഈ രാജ്യം യഹൂദയെ പിന്നീട് അടിമകളാക്കുവാൻ പോകുന്നു. ദൈവം യഹൂദയ്ക്ക് മറ്റൊരു അവസരം നൽകുകയായിരുന്നു. തൻ്റെ കാര്യത്തിൽ ന്യായം നടപ്പാക്കുന്നതിനായി ദൈവം യഹൂദയെ കോടതിയിലേക്ക് വിളിക്കുന്നു. തൻ്റെ നീതിപീഠത്തിന് മുന്നിൽ യഹൂദയെ നിർത്തിയിരിക്കുകയാണ്. ആരോപണത്തിന് മറുപടി പറയാനും ദൈവത്തിൻ്റെ വിധി കേൾക്കുവാനും തൻ്റെ കരുണയ്ക്കായി തന്നെ തന്നെ നൽകുന്നതിനും ദൈവം യഹൂദയ്ക്ക് അവസരം നൽകി. താൻ നീതിയുള്ളവനാണോ എന്ന് കാണുവാനായി ദൈവം നമ്മെ തൻ്റെ കോടതി മുറിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ കാലത്ത് ഈ തലമുറയും ദൈവം ന്യായാസനത്തിലേക്ക് ഇരിക്കുന്ന ആ കാഴ്ച കാണേണ്ടതാണ്. അതെ, അത് സംഭ്രമജനകമായിരിക്കും എന്ന കാര്യം മറക്കരുത്. ലോകത്തിൻ്റെ ചിന്താഗതിയിൽ ദൈവം തൻ്റെ ന്യായാസനത്തിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അധികാരം എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നാണ് ലോകം ചിന്തിക്കുന്നത്. ദൈവം മരിച്ചു എന്ന ഒരു ദൈവശാസ്ത്രം തന്നെ ദൈവശാസ്ത്രജ്ഞന്മാരിൽ ചിലർ ഉണ്ടാക്കിയെടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അതിനേക്കാൾ ഉപരി നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ തന്നെ നാം ഈ സത്യമാണ് പലപ്പോഴും വിളിച്ചറിയിക്കുന്നത്. ദൈവത്തിൻ്റെ അധികാരം എടുത്തു കളഞ്ഞിരിക്കുന്നു. അവിടുത്തെ രാജകീയ വിശേഷാവകാശം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. തൻ്റെ പ്രപഞ്ചത്തിൻ്റെ ധാർമ്മിക ഭരണകർത്താവ് എന്ന നിലയിൽ നിന്നും ദൈവത്തെ വിലക്കിയിരിക്കുന്നു, അടിച്ചിറക്കിയിരിക്കുന്നു. ആവശ്യമില്ലാത്തൊരു ഭാണക്കെട്ട് പോലെ ദൈവത്തെ ഒരു കോണിലേക്ക് തട്ടിമാറ്റിയിരിക്കുന്നു. ദൈവദൂഷണത്തിൻ്റെ ഒരു ചിത്രമാണിത്. ഇപ്പോഴും ഈ പ്രപഞ്ചത്തിൻ്റെ ധാർമ്മിക ഭരണകർത്താവ് ദൈവം തന്നെയാണ്. അവൻ ഇപ്പോഴും ന്യായാസനത്തിൽ തന്നെ ഇരിക്കുന്നു. അവനെ ആരും തള്ളി താഴെ ഇട്ടിട്ടുമില്ല. അവൻ പാപത്തെ ശിക്ഷിക്കുന്നു, ഇന്നും ശിക്ഷിക്കുന്നു. ഇത് നാം ഒരിക്കലും മറന്നു പോകരുത്. ജാതികളെ ദൈവം ന്യായം വിധിക്കുന്നതിനുള്ള പ്രമാണങ്ങളെക്കുറിച്ചും യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. ദൈവം രാഷ്ട്രങ്ങളെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. ലോകരാഷ്ട്രങ്ങൾ ഇന്ന് പൊതുവെ സാത്താൻ്റെ നിയന്ത്രണത്തിലാണ്, മറക്കരുത്. എന്നാൽ ദൈവം അവയുടെ മേൽ തൻ്റെ സർവാധികാരം പ്രയോഗിക്കുന്നു. രാഷ്ട്രങ്ങൾ വളർന്നു വലുതാകാൻ ദൈവം അനുവദിക്കുന്നു. അവയെ ഉപയോഗിക്കുവാൻ സാത്താനെ ദൈവം അനുവദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിപാടിയിൽ ചില രാഷ്ട്രങ്ങളെ വേദിയിൽ നിന്ന് ഇറക്കേണ്ട സമയമായി എന്ന് വരുമ്പോൾ ദൈവം അവയെ മാറ്റിക്കളയുന്നു. സാത്താൻ ഇതിനെതിരെ നിൽക്കാൻ കഴിയില്ല. അത് ഏത് രാഷ്ട്രമാണെങ്കിലും സത്യമാണ്. ദൈവം ലോകത്തിലെ രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ ഭരണം നടത്തുന്നു എന്നതിന് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ യഹൂദർ പോലും ഉദാഹരണമാണ്. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നപ്പോൾ അന്ന് അവർ പാടിയ പാട്ടിലെ ഒരു ഭാഗം വീണ്ടും വീണ്ടും എൻ്റെ ചിന്തയിൽ വരുന്നത് എന്തെന്നാൽ, യഹോവ യുദ്ധവീരൻ, അതെ യഹോവ യുദ്ധവീരൻ തന്നെ. അവൻ ഒരിക്കലും പാപത്തോട് അനുരഞ്ജനം ചെയ്യുകയില്ല. ഒട്ടും വ്യതിചലിക്കാതെ, ഒട്ടും സംശയിക്കാതെ, ഒട്ടും അനുരഞ്ജനപ്പെടാതെ അതിനെ കൈകാര്യം ചെയ്യാൻ തന്നെ അവൻ മുൻപോട്ട് വരുന്നു. തൻ്റെ കോപം മുഴുവൻ ദൈവം അതിന്മേൽ ചൊരിയും. ഈ കാലത്തും മനുഷ്യൻ യെശയ്യാവോട് ചേർന്ന് ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നെങ്കിൽ മനുഷ്യന് ആശയ്ക്ക് വഴിയുണ്ട്. യെശയ്യാ പ്രവചനത്തിൻ്റെ ഈ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ കൂടി പഠിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ആമോസിൻ്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹെസ്കേയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. ഒന്നാമതായി ഇതൊരു ദർശനമാണെന്നത് നാം ശ്രദ്ധിക്കണം. യഹൂദയെയും യെരൂശലേമിനെയും പറ്റിയുള്ളൊരു ദർശനം. ഇത് നമ്മെക്കുറിച്ചല്ല, പക്ഷേ ഇതിൽ നിന്നും ഏറെ ആശ്ചര്യകരമായ ഗുണപാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. ഉസിയ, യോഥാം, ആഹാസ്, യെഹെസ്കേയാവ് എന്നിവരുടെ കാലത്ത് ഉസിയ യഹൂദയിലെ 10ാമത്തെ രാജാവായിരുന്നു. രാജാവിന് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന മന്ദിരത്തിലെ വിശുദ്ധ സ്ഥലത്ത് അതിക്രമിച്ച് കടന്നതിനാൽ ഈ ഉസിയാവ് കുഷ്ഠരോഗിയായി എന്ന് ചരിത്രത്തിൽ നാം വായിക്കുന്നു. എന്നിരുന്നാലും നല്ല രാജാക്കന്മാരുടെ പട്ടികയിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ ഉസിയാവ്. അദ്ദേഹത്തെ അനുഗമിച്ച തൻ്റെ മകൻ യോഥാമും ഒരു നല്ല രാജാവായിരുന്നു. എന്നാൽ ഉസിയാവിൻ്റെ കൊച്ചുമകനായ ആഹാസ് വെറും വഷളനായ രാജാവായിരുന്നു. ഒടുവിൽ പറഞ്ഞ യെഹെസ്കേയാവ് ഒരു നല്ല രാജാവായിരുന്നു.
ആയുസ് അല്പം കൂടി നീട്ടിക്കിട്ടുവാൻ ദൈവത്തോട് അവൻ കടുംപിടുത്തം പിടിച്ചതുകൊണ്ട് ദൈവം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതുപോലെ നീട്ടിക്കൊടുക്കുകയും ചെയ്തു എന്ന് നാം ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചോദിച്ചതിലൂടെ യെഹിസ്കീയാവ് തൻ്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പിന്നീട് നാം കാണുന്നു. കാരണം ഈ നീട്ടിക്കിട്ടിയ കാലത്താണ് അവൻ്റെ ജീവിതത്തിൽ അനേകം ചീത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടിയതും അല്ലെങ്കിൽ അരുതാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത്. പലരും അനുഗ്രഹം കൂടുതൽ കിട്ടുമ്പോഴാണല്ലോ കൂടുതൽ പിൻപോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഹിസ്കിയാവിന് സംഭവിച്ചത്. അത് ആ രാജ്യത്തെ വലിയൊരു നാശത്തിൽ കൊണ്ടെത്തിച്ചു. 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. രാജകീയ വിധത്തിൽ ദൈവം ഈ പ്രവചനം ആരംഭിക്കുകയാണ്. യഹൂദയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ പൊതുവായ വിധിയാണ് ഇത്. അവൻ ലോകത്തെ വിളിക്കുകയാണ്, പ്രപഞ്ചത്തെ വിളിക്കുകയാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ കോടതി മുറിയിലേക്ക് വന്ന് എൻ്റെ ജനത്തെ വിസ്തരിക്കുന്നത് ശ്രദ്ധിച്ചാലുമെന്ന് ദൈവം ആകാശത്തോടും ഭൂമിയോടും അരുളി ചെയ്യുന്നു. ദൈവം ഇരുട്ടിലോ ആരും കാണാത്ത ഒരു മൂലയിലോ ഒന്നും ചെയ്യാറില്ല. ആവർത്തന പുസ്തകം 32-ാം അധ്യായം ആരംഭിക്കുന്ന അതേ ഭാഷ തന്നെയാണ് ഇവിടെയും നാം കാണുന്നത്. ആകാശമേ ചെവി തരുക, ഞാൻ സംസാരിക്കും, ഭൂമി എൻ്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ എന്ന് ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നു. മിസ്രൈമിൽ നിന്നും ദൈവം കൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തെ ദൈവം വാഗ്ദത്ത നാട്ടിലാക്കി. അവിടെ പാർക്കുന്നതിനുള്ള ചട്ടങ്ങളും പ്രമാണങ്ങളും താൻ അവർക്ക് നൽകി. ഇത് കേൾക്കുവാനും അതിന് സാക്ഷ്യം വഹിക്കുന്നതിനുമാണ് താൻ സൃഷ്ടിച്ച ആകാശത്തിലും ഭൂമിയിലുമുള്ള ബുദ്ധിയുള്ള സകലത്തെയും ദൈവം വിളിക്കുന്നത്. ഇപ്പോൾ 500 വർഷങ്ങൾക്ക് ശേഷം ദൈവം പറയുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. അവരെ ആക്കിയിരുന്ന ദേശത്തു നിന്നും പറിച്ചെടുത്ത് ബാബിലോണിൻ്റെ അടിമത്വത്തിലേക്ക് വിടുവാൻ ദൈവം തയ്യാറായിരിക്കുന്നു. തൻ്റെ പ്രവൃത്തികൾ ശരിക്കും താൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അവ നീതിയും ആണെന്നതിന് സാക്ഷി നിൽക്കുവാൻ തൻ്റെ സൃഷ്ടിയായ ആകാശത്തെയും ഭൂമിയെയും ദൈവം വിളിക്കുന്നു. അവർക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ആരോപണം അവർ മത്സരിക്കുന്നു എന്നതാണ്. അവർ അവനെ അനുസരിക്കണമെന്ന വ്യവസ്ഥയിന്മേൽ ആയിരുന്നു ദൈവം കനാൻ ദേശത്ത് പാർക്കാനുള്ള അവകാശം അവർക്ക് കൊടുത്തത്. പക്ഷേ അവർ അവനെ അനുസരിച്ചില്ല. അനുസരണം കെട്ട ഒരു മകനോട് എങ്ങനെ ചെയ്യണമെന്ന് മോശയുടെ പ്രമാണത്തിൽ പറയുന്നത് നോക്കുക. ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട്. മത്സരിയായ ഒരു മകനോട് ന്യായപ്രമാണം ചെയ്തത് ഇതത്രേ. ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം ആ ശിക്ഷ വായിക്കുന്നുണ്ട്. മത്സരിയായ ഒരു മകനോട് ന്യായപ്രമാണം ചെയ്തത് അതായിരുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ പറഞ്ഞത് അതായിരുന്നു. മുടിയൻ പുത്രൻ്റെ ഉപമയിൽ മടങ്ങി വന്ന മത്സരിയായ ആ മകനെ കൊന്നുകളക എന്ന ആ ആജ്ഞ പുറപ്പെടുവിക്കുന്നതിന് പകരം തടിപ്പിച്ച കാളക്കുട്ടിയെ അറുക്കുക എന്ന് ആ പിതാവ് വേലക്കാരോട് പറയുന്നത് കേട്ടപ്പോൾ ചുറ്റും നിന്നവർ ആശ്ചര്യപ്പെട്ടിരിക്കാം. ആ മുടിയനായ പുത്രൻ മടങ്ങി വന്ന അനുതാപത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു തീരുന്നതിനു മുൻപേ തന്നെ സ്നേഹവാനായ പിതാവിൻ്റെ കരം അവനെ വാരിപ്പുണർന്നു. അവൻ്റെ നെറുകയിൽ ചുംബിച്ചു. അവൻ്റെ കുറ്റങ്ങളെല്ലാം ക്ഷമിച്ചു. ചാട്ടവാർ കൊണ്ടുള്ള അടിക്ക് പകരം അവന് സമൃദ്ധമായ വിരുന്ന് നൽകി. ദൈവം നീതിമാനാണ്, മാത്രമല്ല അവൻ കരുണാസമ്പന്നനും കൂടിയത്രേ. എന്നാൽ ഒരു മകൻ്റെ മത്സരം വളരെ ഗൗരവമായത് തന്നെയാണ്. ഇതിനെക്കുറിച്ച് ദൈവവചനം വളരെയേറെ പറയുന്നുണ്ട്. കോടതി മുറിയിലെ പിരിമുറുക്കം കുറയ്ക്കാനും തൻ്റെ ആരോപണത്തിന് ഊന്നൽ നൽകാനുമായി ദൈവം ഇവിടെ അല്പം ഫലിതം പ്രയോഗിക്കുന്നുണ്ട്. ബൈബിളിൽ ഫലിതമുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. പലരും ആത്മീയ കാര്യങ്ങളിൽ വരുമ്പോൾ ചിരിക്കരുത്, കടിച്ചു പിടിച്ചിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. എന്നാൽ വചനം കൂടുതൽ ആസ്വദിക്കുവാൻ അതിലുള്ള ഫലിതം തീർച്ചയായും നമ്മെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്നത്തെ പ്രശ്നം മിക്കവാറും നാം കേൾക്കുന്ന ഫലിതങ്ങളിലേറെയും പാപത്തിൻ്റെ ചുവയാണുള്ളത്. ആ മസാല ചേർക്കാതെ ഫലിതമാകില്ലല്ലോ. അല്ലെങ്കിൽ കുടുംബമായി ആസ്വദിക്കുവാൻ പറ്റാത്തതാണ് അങ്ങനെയുള്ള ഫലിതങ്ങൾ. അതുകൊണ്ട് തന്നെ ഫലിതം പറയുന്നതും എന്തിന് ചിരിക്കുന്നത് പോലും ആത്മീയതയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ട്. അതതിൻ്റെ മറ്റേ അറ്റം. ഏതായാലും
സമതുലിതയാണ്, ബാലൻസാണ് ഏറ്റവും നല്ലത് എന്നോർക്കണം. എന്നാൽ ശരിയായ ഫലിതം ഒരിക്കലും നമ്മെ നശിപ്പിക്കുകയില്ല. അത് നമുക്ക് കൂടുതൽ അനുഗ്രഹമാകും. അതെ, ഫലിതം നമ്മെ ദൈവവചനം കൂടുതൽ മനസ്സിലാക്കുവാൻ സഹായിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ പറയണം എന്ന് മാത്രം. നിത്യതയിൽ നമുക്കൊരു നല്ല കാലം ലഭിക്കാൻ പോകുന്നു എന്ന് നാം ഓർക്കണം. അന്ന് നാം എത്രമാത്രം ചിരിച്ച് സന്തോഷിക്കുമെന്ന് ഓർത്തു നോക്കുക. അവിടെ ചിരിക്കാൻ യാതൊരു അവസരവും ഇല്ല എങ്കിൽ അത്രയും പറഞ്ഞ് ഞാനങ്ങ് നിർത്തട്ടെ. നിങ്ങൾക്കും അതിൽ എന്തുമാത്രം താല്പര്യം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇവിടെ പറയുന്ന ഫലിതം തന്നെ നോക്കാം. 3-ാം വാക്യത്തിൽ, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. ഈ വാക്യം ഒന്നാം തരം ആക്ഷേപഹാസ്യമാണ്. ഇവിടെ ദൃഷ്ടാന്തമായി പറഞ്ഞിരിക്കുന്ന ഈ 2 മൃഗങ്ങളെക്കുറിച്ചും ഒന്ന് ചിന്തിക്കുക. രണ്ടും ബുദ്ധികെട്ടവ തന്നെയാണ്. കാളയോ ആ നീളൻ ചെവിയുള്ള കഴുതയോ ബുദ്ധിയുള്ള മൃഗമെന്ന് ആരും പറയാനിടയില്ല. കാളയെപ്പോലെ പൊട്ട് എന്ന് സാധാരണ വിളിച്ച് കേൾക്കാറുള്ള ഒരു പ്രയോഗമല്ലേ. അവൻ കാളയെപ്പോലെ കിടന്ന് പണിയെടുക്കുന്നു. കഴുതയെക്കുറിച്ച് ഞാനൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അവനൊരു കഴുതയാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? കഴുതയെ കാണാത്തവർ പോലും വിഡ്ഢി എന്ന് കേൾക്കുമ്പോൾ കഴുതയെക്കുറിച്ച് ഓർത്തുപോകും. അതെ, ഈ 2 മൃഗങ്ങളുടെ പേരുകളും പ്രശംസിക്കാൻ വേണ്ടി വിളിക്കുന്ന അലങ്കാര വാക്കുകളല്ല. എങ്കിലും ദൈവം പറയുന്നു, നിങ്ങൾ ബുദ്ധിയില്ലെന്ന് പറയുന്ന ഈ കാളയും ഈ കഴുതയും ഉണ്ടല്ലോ, അവയ്ക്ക് പോലും തങ്ങളുടെ യജമാനൻ ആരെന്നും തങ്ങൾക്ക് തീറ്റി കൊടുക്കുന്നത് ആരെന്നും അറിയാം. അതിനുള്ള ബുദ്ധി അവർക്കുണ്ട്. എന്നാൽ ഇതിന് വിപരീതമായി മനുഷ്യരിൽ നല്ലൊരു പങ്കിനും തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ചു കൊടുക്കുന്ന ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവില്ല. അതിനുള്ള ബുദ്ധി അവർക്കില്ല എന്ന സാരം. ഇല്ലാത്തതാണോ വേണ്ടാന്ന് വെക്കുന്നതാണോ എന്നെനിക്കറിയില്ല. തങ്ങളെ തീറ്റിപ്പോറ്റുന്നത് ദൈവമാണെന്ന് അവർക്കറിയില്ല, അല്ലെങ്കിൽ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് അംഗീകരിക്കുവാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ദൈവത്തെ ആവശ്യമില്ലെന്ന് പറയുന്ന ഈ പച്ച പരിഷ്കൃത തലമുറയെക്കുറിച്ച് എന്ത് പറയാനാണ്? ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു കുട്ടി മറ്റൊരു വീട്ടിൽ വിരുന്നു പോയതിനെക്കുറിച്ച് ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. അവൻ വീട്ടിൽ നിന്നും ആദ്യമായി തനിച്ച് മറ്റൊരു വീട്ടിൽ പോവുകയാണ്. ആ വീട്ടിൽ അത്താഴത്തിന് സമയമായി. എല്ലാവരും മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം വിളമ്പുവാൻ തുടങ്ങി. അവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് മുൻപ് അവർ സ്തോത്രം ചെയ്യുക പതിവാണ്. എന്നിട്ട് എല്ലാവരും കഴിക്കാറുള്ളൂ. അതുകൊണ്ട് ഭക്ഷണം കിട്ടിയ പുറകെ അവൻ കണ്ണുകൾ അടച്ച് തല കുനിച്ച് ഇരിപ്പായി. കൊച്ചുകുട്ടിയാ. ആരെങ്കിലും ഇപ്പോൾ സ്തോത്രം ചെയ്യുന്നത് കേൾക്കാനും അത് കഴിഞ്ഞ് ആമേൻ പറഞ്ഞ് ഭക്ഷണം കഴിക്കാനും തുടങ്ങണം. ശ്രദ്ധയോടെ ചെവിയോർത്തിരുന്ന അവന് അല്പസമയം കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ ചവയ്ക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നു. അവൻ പതിയെ തലയുയർത്തി നോക്കിയപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെയൊക്കെ പല വിരുന്നുകൾക്കും ചെല്ലുമ്പോൾ നാം ഇത് കണ്ടിട്ടില്ലേ? അതുതന്നെ. ആ കൊച്ചുകുട്ടി ഒരു നിമിഷം ആശ്ചര്യപ്പെട്ടു പോയി. അവൻ മെല്ലെ ഇപ്രകാരം പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിന് മുൻപ് ദൈവത്തിന് സ്തോത്രം പറയാറില്ലേ? വീട്ടുകാർക്ക് അല്പം ജാള്യതയായി. എങ്കിലും അവർക്ക് അങ്ങനെ ഒരു ശീലമില്ലെന്ന് അവർ സമ്മതിച്ചു. അപ്പോൾ ആ കൊച്ചുകുട്ടി അല്പനേരം മൗനമായി ചിന്തിച്ചിട്ട് നിഷ്കളങ്കമായി തന്നോട് തന്നെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയെ പോലെയാണല്ലോ. അവനും വല്ലതും കിട്ടാത്ത താമസമേ ഉള്ളൂ, വായ്ക്കകത്താക്കും എന്ന്. ഇത് ഞാൻ ആരെയും കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. പലപ്പോഴും അനേകരിലും ഈ പറഞ്ഞതല്ലേ വാസ്തവം. മനുഷ്യർ മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നത് എത്ര കഷ്ടമായിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ സമൂഹം നന്ദിയില്ലാത്തൊരു കൂട്ടമായി തീർന്നിരിക്കുന്നുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. ദൈവം എന്നത് ഇന്ന് അനേകർക്കും നമ്മുടെയൊക്കെ വണ്ടിക്ക് പിമ്പിൽ വെച്ചിരിക്കുന്ന സ്റ്റെപ്പിന് ടയർ പോലെ മാത്രമാണ്. ഞങ്ങൾ തന്നെ ഓടിക്കോളാം, പിന്നെ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ, ഞങ്ങളെക്കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കാൻ ഞങ്ങൾ അന്നേരം വന്ന് ചോദിച്ചോളാം. ഇത്രയേ ദൈവത്തെക്കൊണ്ട് ആവശ്യമുള്ളൂ. രോഗം വന്നാൽ, പ്രതിസന്ധികൾ വന്നാൽ ഒന്ന് സഹായിക്കണം, അത്രമാത്രം. ഇന്ന് കുടുംബ പ്രാർത്ഥനകളില്ല, കൂട്ടായ്മകളും ഇല്ലാതെ ആയി തീർന്നിരിക്കുന്നു. ആർക്കാണ് ഇതിനൊക്കെ സമയം?
അല്ല, ഞങ്ങൾക്ക് വേണ്ടതൊക്കെയുണ്ട്, പിന്നെ എന്തിനു ദൈവത്തെ വിളിക്കണം എന്നുള്ള ആ ചിന്തയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് തോന്നുന്നു. ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. പിന്നെ ഉപകാരം ചെയ്തതിന് ഉപകാരസ്മരണയായി, കൂലിയായി ഭണ്ഡാരത്തിൽ വല്ലതും ഇട്ടേക്കാം. മനുഷ്യന് വേണ്ടി ഈ പ്രപഞ്ചത്തെ വിരിച്ചൊരുക്കിയ ദൈവത്തോട് മനുഷ്യൻ കാണിക്കുന്നത് എത്ര വലിയ നന്ദികേടാണ്. അതെ, മൃഗങ്ങൾക്കുള്ള നന്ദി പോലും മനുഷ്യനില്ലാതെ പോകുന്നു എന്നാണ് ദൈവം പറഞ്ഞത്. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല. മനുഷ്യൻ മൃഗത്തിൽ നിന്നും വന്നതാണെന്ന് ഇന്ന് നാം കേൾക്കാറുണ്ട്. ആരാണത് പറഞ്ഞത്? മനുഷ്യൻ മൃഗങ്ങളെപ്പോലെയെങ്കിലും പെരുമാറുന്നുണ്ട് എങ്കിൽ ആ പറഞ്ഞത് സത്യമാകും. എന്നാൽ ചില മൃഗങ്ങൾ മനുഷ്യരെക്കാൾ സാമർഥ്യമുള്ളവരാണെന്ന് പറയാം. മനുഷ്യൻ മൃഗത്തിൽ നിന്നും വന്നു എന്ന് പറയുന്നതിനേക്കാൾ മൃഗങ്ങൾ മനുഷ്യരിൽ നിന്നും വന്നു എന്ന് പറയുന്നതാകും ചിലരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ യോജിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? കാരണം ചില മൃഗങ്ങൾ പല മനുഷ്യരെക്കാളും മെച്ചമായിരിക്കുന്നു. അതെ, മനുഷ്യൻ മൃഗത്തെക്കാൾ താണുപോയിരിക്കുന്നു. ദൈവം പറഞ്ഞതിൻ്റെ ആശയം ഇതായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്വയം ചിന്തിച്ചാട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നീതിമാനായ ഒരു ദൈവമുണ്ടെങ്കിൽ പാപവും അതിക്രമങ്ങളും കണ്ടിട്ട് എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നുള്ളത് എക്കാലത്തും ഉയർന്നു വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിനുള്ള മറുപടി യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയും. ദുഷ്ടൻ്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതത്രേ എനിക്കിഷ്ടമുള്ളത് എന്ന് ദൈവം അവിടെ അരുളി ചെയ്യുന്നു. ഒരു പാപി നശിക്കുമ്പോഴല്ല, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലിയാണ് സ്വർഗം എന്നും സന്തോഷിക്കുന്നത്. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായിരുന്നു. നമുക്ക് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയാം.